തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ അനീഷയുടെയും ഭവിന്റെയും വീടിന് സമീപത്തു നിന്നും കുട്ടികളുടെ അസ്ഥികൾ കണ്ടെത്തി. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ വൈകിട്ടോടുകൂടി ഇരിഞ്ഞാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കുറ്റം സംബന്ധിച്ച അനീഷയെയും ഭവിനെയും ഇന്നലെ രാത്രി വീടുകളിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. തുടർന്ന് RDOയുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടെ അനീഷയുടെ വീട്ടിലും ഉച്ചയ്ക്ക് 1 മണിയോടെ ഭവിന്റെ വീട്ടിലും ഉദ്യോഗസ്ഥർ ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി. തുടർന്ന് കുട്ടികളുടെ അസ്ഥികൾ കണ്ടെത്തി. അനീഷയുടെ വീടിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നും ഭവിന്റെ വീടിന് പുറകിലെ തോട്ടിൽ നിന്നുമാണ് അസ്ഥികൾ കണ്ടെത്തിയത്. അസ്ഥികൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് DYSP ബിജുകുമാർ പറഞ്ഞു. നമ്മൾ ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞായിരുന്നു. രണ്ടാമത്തെ ഇപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തുള്ള ഇവിടെ ഇപ്പോൾ നടന്നുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് സക്സസ് ആണ്. നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് ആവശ്യമുള്ള നമുക്ക് പരിശോധനയ്ക്കുള്ള ഇതിൻ്റെ ബാക്കി ബോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ പരിശോധനകൾ നടത്തണം. DNA മറ്റു നടപടി ചെയ്യണം. ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കുട്ടികളെ പ്രസവിച്ചതും പൊക്കിൾക്കൊടികൾ മുറിച്ചു മാറ്റിയതും യൂട്യൂബിന്റെ സഹായത്തോടു കൂടിയാണെന്ന് അനീഷ പോലീസിന് മൊഴി നൽകിയിരുന്നു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷയ്ക്ക് ഇക്കാര്യത്തിൽ സഹായകരമായി. 2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്നും മറച്ചുപിടിക്കാൻ അയഞ്ഞ വസ്ത്രങ്ങളാണ് യുവതി ധരിച്ചിരുന്നത്. ഭവിനോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് കൊലപാതകങ്ങൾ നടത്തിയത്. പ്രതികൾക്കെതിരെ BNS JJ ആക്ടുകൾ പ്രകാരം 7 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ.